അങ്ങനെ കുറേ നാളിന് ശേഷം ആനയുടെ കുളത്തിൽ ഞാൻ കുളിക്കാൻ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ആനയുടെ കുളത്തിൽ ഇപ്പോൾ പെൺപിള്ളേർ സിം ചെയ്യാൻ വരുന്നുണ്ട്. കുറേ നാളിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പെൺകുട്ടികൾ സിം ചെയ്യുന്നത് കാണുന്നത് ആനയുടെ കുളത്തിൽ. അങ്ങനെ കുറേ നാളിന് ശേഷം ആനയുടെ കുളത്തിൽ സിം ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്തോടാ പറയാനുള്ളത് എനിക്ക്? അതാണ് സത്യം പറയാൻ ഗോപ്രോ എടുത്താൽ ഫുള്ള് ഒരു ചിലത് വലിയ പുകയും മുടിയും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത്. ഫുള്ള് വൃത്തിയായിട്ടാണ് എടുത്തത്. വെട്ടമുണ്ടെങ്കിൽ പക്കാണ്. ഞങ്ങൾ സമയം എപ്പോഴാ ഇപ്പൊ സമയം കാണിച്ചത്? കറക്റ്റ് സമയം എപ്പോഴാണ്? രാവിലെ ആ സമയം കാണിച്ചില്ല. അതെന്താ രാവിലെ 7:11 ആയതേ ഉള്ളൂ. കുളത്തിലെ ആൾക്കാരെ കണ്ടത്. നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ കുറച്ച് നീന്തി ബോഡി ഒന്ന് ഹെൽത്തി ആക്കാൻ വിചാരിച്ചു. നമ്മൾ കുറെ നാളിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഓരോ പാർട്ട് പോലെ ഓരോ സ്റ്റിപ്പിങ്ങിന്റെ ഓരോ കുറെ പഠിപ്പിക്കുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സത്യം പറയാം ഞാൻ അന്ന് ചെയ്ത കുറെ വീഡിയോസിന്റെ വ്യൂസ് ഒക്കെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ഇത് വരുന്നത്. കാരണം വെച്ചാൽ അതൊക്കെ ഈ പിള്ളേരൊക്കെ വന്ന് ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം ഇപ്പോഴും സെർച്ച് ചെയ്ത് വ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയി കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ഇടുക. അത് കുറെ നാള് വ്ളോഗ് ചെയ്തെടുക്കുക ചെയ്യായിരുന്നു. അപ്പൊ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. മിസ്റ്റേക്ക് ഒക്കെ നമ്മള് മാറ്റിയല്ലാണ്ട് ബ്രാവോടെ 5 ടിപ്സും പക്ഷെ ഇത്ര ആൾക്കാരുണ്ടായിട്ടും വലിയൊരു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് അണ്ടർ വാട്ടർ കാണും, കുറെ ഇത് കാണും. അപ്പൊ ഇന്ന് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇതിന്റെ അടുത്ത വീഡിയോ മുതലായിരിക്കും നമ്മൾ ഇതിന്റെ കുറെ കാര്യങ്ങൾ ഇനി പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഞാൻ കുറെ രീതി ചെയ്തിട്ടുണ്ട്. അണ്ടർ വാട്ടർ ചെയ്തിട്ടുണ്ട്, പിന്നെ മണ്ടയ്ക്ക് നമ്മൾ ഇവിടുന്ന് ചാടി ബാക്ക് ഫ്ലിപ്പ് ഫ്രണ്ട് ഫ്ലിപ്പ് അങ്ങനെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ വീഡിയോയും നമ്മൾ വരുന്നതാണ്. അപ്പൊ നമുക്കിനി ബാക്കി കാര്യങ്ങളോട്ട് പോകാം. ഞങ്ങൾ ഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ട്. വീഡിയോ കാണുന്ന ആരും ഇത്ര ഹൈറ്റിയും ചാടാൻ ഞാൻ പറയത്തില്ല. ഞാൻ ആദ്യം കാണിച്ച അവിടെ നിന്ന് മാത്രം ചാടി പഠിക്കാൻ മാത്രം പറ്റും. ഹൈറ്റിയും ചാടുന്നത് നല്ല റിസ്ക് ആണ്. നല്ല ഹൈറ്റാണ്. ചാടിയിട്ട് വന്നിട്ട് ഞാൻ ഔട്ട് റോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇത് പഠിക്കേണ്ട ആൾക്കാർ മാത്രം പഠിക്കുക, എല്ലാവരും പഠിക്കണമെന്നില്ല. കുറച്ച് പാടാണ്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം മാത്രം പഠിക്കുക. നമ്മൾ വീഡിയോ ആക്കിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. ഇങ്ങനെ നിൽക്കുക. ഞങ്ങളിവിടെ പണ്ട് വരുമ്പോൾ ഇവിടെ വെച്ചാൽ പിള്ളേർ ടൈപ്പ് മാത്രമല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചേച്ചി ഇല്ലേ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുളം വഹിക്കുന്ന ഒത്തിരി ആൾക്കാർ അറിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ ഇത് രാവിലെ ഞങ്ങൾ വന്നപ്പോൾ 7 മണിയായി. ഇപ്പൊ 7:30 സമയം കഴിഞ്ഞു. എന്നിട്ട് ഇത്ര ആള് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആലോചിച്ചേക്കും എന്തിനാ ആളായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഞങ്ങളിത് 6-7 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വന്നത്. ഞാൻ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങിയുള്ളൂ. ഇവ രണ്ടും ഇറങ്ങില്ല. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗോപ്രോ നമ്മള് കുറെ വീഡിയോ ഗോപ്രോയിലാണ് എടുത്തിരിക്കുന്നത്. ഗോപ്രോ ഏതാണ്ട് ഓഫായിട്ട് ഞങ്ങളതോട് മൊബൈലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറെ നാളിന് ശേഷം. പക്ഷെ സിബി നമ്മുടെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്, നല്ലതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ സിം ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ സിം ചെയ്യുമ്പോൾ നിങ്ങൾ കായലോ അങ്ങനെയുള്ള സംഭവങ്ങൾ തിരഞ്ഞെടുത്താൽ ഇവിടെ ഒന്നും അത്ര വലിയ ആഴമില്ല. നമുക്ക് എന്നാലും മുങ്ങിപ്പോകുന്ന രീതി ആളില്ല. അതുകൊണ്ട് പെൺപിള്ളേർ ചേച്ചിമാരി നമ്മൾ വന്നപ്പോൾ ഒരു കൊച്ചൊക്കെയാണ് കുളിക്കുന്നുണ്ടായത് അച്ഛനും അമ്മയുടെ കൂടാണ്. അപ്പൊ നിങ്ങൾ ഒരു നല്ല സ്ഥലം കണ്ടെത്തി സിം ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ അണ്ടർ വാട്ടർ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു കുറച്ച് കാര്യങ്ങളെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ കുറെ നാളെ വെച്ച് കുളിക്കാൻ വന്നതിന്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. വന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റം ഉണ്ടോ വെച്ചാൽ മാറ്റമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് വന്നായിരുന്നു, പക്ഷെ നമ്മള് വീഡിയോ ഷൂട്ട് എടുത്തില്ല. പക്ഷെ കുറെ നാളായി. ഇപ്പൊ ഞാൻ നോക്കുമ്പോ എന്ന് വെച്ചാൽ ഈ മഴയുടെ സീസണൊക്കെയാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോസിനെ പറ്റി കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ കുറച്ച് നാൾ ഇതിന്റെ വീഡിയോസ് ഇട്ട് നോക്കാം, ആർക്കെങ്കിലും യൂസ് ആവുന്ന ആവട്ടെ. അപ്പൊ ഞാൻ നേരത്തെ ഒരു എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ലെൻസിലൊക്കെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി എന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാതിരുന്ന് കണ്ടു നോക്കുക. അപ്പൊ ആ വീഡിയോ ഇപ്പോഴും നല്ല യൂസ് വരുന്നുണ്ട്. അപ്പൊ അത് വിചാരിച്ചത് അതേപോലെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പൊ ഇതിന്റെ പുറകെ ആ ഒരു ബാക്ക് ഫ്ലിപ്പ് ഐഷ്യൂസ് വീണ്ടും ചലഞ്ച് ചെയ്തൊരു വീഡിയോ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറെ എന്തെങ്കിലും വീഡിയോ വേണം ചെയ്യാൻ. ഞാൻ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചിങ്ങനെ കണ്ടന്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ കുറേ നാളിന് ശേഷം ആനയുടെ കുളത്തിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ. അപ്പം ഇനി നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകെ ഞാൻ ബാക്ക് ഫ്ലിപ്പ് ചാടുന്ന ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും. അപ്പൊ വേറെ ഏതെങ്കിലും വീഡിയോ വേണേൽ കമന്റ് ചെയ്യാം. ഇത്ര ആളായിട്ട് വലിയ വെള്ളത്തിൽ ഒരു കലക്കമില്ല. വെള്ളം അവിടുന്ന് വരിക, ഇവിടുന്ന് പോവാ, അവിടുന്ന് വരിക, അവിടുന്ന് പോവാ. ഇല്ലടാ പിന്നെ പിടിച്ചല്ലേ പോ.
അത്രേ ഉള്ളു. പക്ഷേ ഞങ്ങളുടെ ജിമ്മിൽ വരുന്ന ഒരു പെങ്കുച്ച അനിയനും വന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവരിന്ന് വന്ന ഏതൊരു കാണിച്ചിട്ട് നമ്മൾ വരും വീഡിയോയിൽ അവർ കാണിക്കുന്നതായിരിക്കും. അവിടെ ഒരു ചാടാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കുന്നു. ചാടുവോ? ചാടൂ വേടെ ചാടാൻ പോകുന്നു. ആളുകളുടെ എണ്ണം എടുക്കും. നമ്മളൊരു ടോപ്പ് കൂടെ എത്ര പേരുണ്ടായിരുന്നു ഈ കുളത്തിൽ ഇട്ടത്? 90 സംതിങ് വരും. 100. അത് ഞങ്ങളോട് ഇറങ്ങിയ 100 പേര് അടുത്തുണ്ട്. ആ വീട് ഇപ്പോഴും കിടപ്പുണ്ട്. നിങ്ങൾ കയറി നോക്കുക. പക്ഷെ സത്യം പറഞ്ഞോണ്ടല്ലോ, നമ്മൾ ഇത്ര രാവിലെ വരുന്ന നമ്മളൊന്ന് ഉന്മേഷവും ഇല്ലയോ? കുറെ നാളിന് ശേഷം നമ്മളൊന്ന് വരുമ്പോഴത്തെ നമ്മളൊന്ന് ഉന്മേഷവും. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ പൊറോട്ടയും ബീഫും കഴിച്ചാൽ ഇതുവരെ ചാടിയില്ല. അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരുന്ന അവന്റെ ചാട്ടം ഇതൊന്നും ചാടിയപ്പോ നല്ല ചാട്ടമായിരുന്നു. പക്ഷെ ഇവരിപ്പോ ഈ ചാടി ചാട്ടം ഉണ്ടല്ലോ, ഈ ചാടി ചാട്ടം നമ്മളാണ് ഇവിടെ ചാടും. അതെ, എപ്പോ വരും വീഡിയോകളിൽ ഇവിടെ ചാടുന്നതായിരുന്നു. പക്ഷെ ഭയങ്കര ഇതുണ്ടോ, ആ ഒരു വ്യൂ ഉണ്ടോ കുളം വരുന്നത്. പക്ഷെ ഇതിന്റെ അണ്ടർ വാട്ടർ പക്കയായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് അണ്ടർ വാട്ടർ വീഡിയോകൾ കണ്ടത് കൂടാതെ കുറച്ച് വീഡിയോസോടെ ആഡ് ചെയ്യുന്നതാണ് ഇപ്പൊ അങ്ങനെ. പക്ഷെ ഇന്നത്തെ വീഡിയോക്ക് അത് അത്ര ക്ലിയർ കാണാൻ ഇത്ര ആൾക്കാരുണ്ടായിട്ട് ചെറിയൊരു കലക്കം. നമ്മളിതിന്റെ അടി ഫുഡ് കഴിച്ചിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്, സൈക്കിളെ ഓടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ചെയ്യാത്ത കാര്യങ്ങളില്ലെന്നായിരിക്കും. പേര് അങ്ങനെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സത്യം പറയാൻ നമ്മള് സ്കേറ്റിംഗ് ബോർഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ അന്ന് ഈ കുളമല്ലായിരുന്നു. അതെന്ന് വെച്ചാൽ പഴയ ആനടി കുളമായിരുന്നു. പിന്നെ ഇത് പുതുക്കി ഞങ്ങൾ ഇതിന്റെ അടി ഫുഡ് കഴിച്ച്. സത്യം പറയാൻ നമ്മളിവിടെ ചെയ്യാത്ത ചലഞ്ച് കുറവാ. പക്ഷെ ഇനി നമ്മൾ കൊണ്ടുവരുന്ന ചലഞ്ച് വെച്ചാൽ ഇതുവരെ ആരും കാണാത്ത ചലഞ്ച് ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ഞങ്ങൾ ഇവിടെ ചെയ്ത് കാണിക്കണമെന്ന് ആഗ്രഹം കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചലഞ്ച് ആണെങ്കിൽ നമ്മൾ ശരിക്കും